ഹലോ ഫ്രണ്ട്സ്, ടിജീസ് വേൾഡിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഴയ സാരി ഉപയോഗിച്ച് ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അതിനായി ഞാൻ 2 സാരികളാണ് എടുത്തിരിക്കുന്നത്. സാരിയുടെ ഇറക്കത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് സാരി ഇങ്ങനെ കീറി കൊടുത്തു. ഈ സാരീനെ എനിക്കൊരു പൈപ്പ് പോലെ, അതായത് ഇങ്ങനെ ഒരു കുഴൽ പോലെയൊക്കെ അങ്ങനെയൊക്കെ പറയാം, അങ്ങനത്തെ ഒരു രീതിക്ക് ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മടക്കി മടക്കി ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ഞാൻ സാരീനെ തുന്നി ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തലയിൽ നമ്മൾ കുരുക്ക് കെട്ടില്ലേ, അതുപോലെ കെട്ടി ഒരു കുരുക്ക് ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെ വീണ്ടും ആ സാരീനെ പുറത്തേക്ക് എടുത്ത് വീണ്ടും വലിച്ച് അങ്ങനെ നമ്മൾ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 8 പ്രാവശ്യമാണ് കോർത്തെടുക്കുന്നത്. ഇനി ഈ മെടഞ്ഞതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കണ്ടോ, അങ്ങനെ അതിൻ്റെ എല്ലാം ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ആ ഹോള് മുകളിലോട്ട് ഇങ്ങനെ തള്ളി നിർത്തണം. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ കോർത്തെടുത്ത് കണ്ട ആ ഹോൾ അങ്ങനെ നിർത്തണം. നമുക്ക് ഇനി ഈ കോർത്ത് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മെടഞ്ഞ പോലെയാണ് പിന്നീട് നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സാരിയുടെ ഭാഗം കാണാൻ പറ്റുക. അപ്പം മെടച്ചിലിൻ്റെ ഒരു സൈഡും ഇങ്ങനെ 2 സൈഡും കോർത്തെടുക്കണം. ഇപ്പം നമ്മൾ ആദ്യത്തെ സൈഡ് കോർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ കോർത്ത് ഇങ്ങനെ മുകളിലേക്ക് നിർത്തണം. അങ്ങനെ എല്ലാം കോർത്തെടുത്ത് കഴിഞ്ഞാൽ 16 ഹോളുകളുള്ള പീസുകൾ കാണാം. നമ്മൾ വീണ്ടും റൗണ്ട് ചെയ്ത് വീണ്ടും ആ ഹോളുകളിലൂടെ കോർത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ 8 പ്രാവശ്യം റൗണ്ട് ചുറ്റി വരണം. ഇതുപോലെ കോർത്ത് ഹോളുകൾ മുകളിലേക്ക് തള്ളി നിർത്തണ പോലെ കോർത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 4 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ, 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാരി തികയായി വന്നു. ആദ്യത്തെ സാരി കഴിഞ്ഞപ്പോൾ ഞാൻ പുതുതായി ചെയ്ത ഈ സാരിയും അതിൻ്റെ ഒരറ്റത്ത് ചേർത്ത് വെച്ചു, തുന്നി പിടിപ്പിച്ചു. പിന്നീട് വീണ്ടും ആദ്യം ചെയ്തിരുന്ന പോലെ കോർത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത്രയും കോർത്തെടുത്തതിന് ശേഷം ഇതിനെ മറച്ചിടുകയാണ്. ഇപ്പം നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഒരു സൈഡ് ഉള്ളിലോട്ട് ആക്കണം. അപ്പം അതിനെ നമ്മൾ മറക്കുകയാണ് ചെയ്യാൻ പോണേ.
ഇനി നമ്മൾ ഈ അറ്റം വരെ കോർത്ത് കഴിഞ്ഞു. ഇനി ഈ കോർത്തിരുന്ന സാരിയുടെ അവസാന ഭാഗം എടുത്തിട്ട് നമ്മൾ കോർത്ത് നിർത്തിയതിൻ്റെ അടുത്ത റൗണ്ടിലുള്ള ആ ഹോളിൽ കൂടെ കോർത്ത് എല്ലാ ഹോളുകളിൽ കൂടി നമ്മൾ കടത്തി വിടുകയാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും അവസാനത്തെ അറ്റം. എല്ലാ ഹോളിലൂടെയും ഈ സാരിയുടെ അറ്റം കടത്തി വിട്ടതിന് ശേഷം നമുക്ക് ആ സാരീനെ ഈ അറ്റത്തേക്ക് വലിച്ചെടുക്കാം. അപ്പം നമുക്ക് ശരിക്ക് നമ്മളുടെ ഹാൻഡ് ബാഗിൻ്റെ ഒരു വായവശം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് ബാഗിൻ്റെ വള്ളി സെറ്റാക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യാൻ പോണേ. നമ്മൾ കോർത്ത് കൊണ്ടുവന്ന് മറ്റേ അറ്റത്തേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യണം. നമ്മുടെ ഈ ബാഗിന് അധികം നീളമുള്ള വള്ളി ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു വള്ളിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ ഈ അറ്റത്തെത്തിയപ്പോൾ അതിനെ നമ്മൾ കോർത്ത് ചുറ്റി ഉള്ളിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ബാഗാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് ഹാൻഡ് ബാഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.